الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الله سبحانه وتعالى നമ്മുടെ ഒരുമിച്ച് കൂടൽ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ കുടുംബത്തിന് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ മുഴുവനും അള്ളാഹു തആല പരിപൂർണമായി ശിഫയിലും സലാമത്തിലുമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിപൂർണ വിജയികളിൽ, മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന പരിശുദ്ധമായ ഹദീസിൽ കാണാം, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യന്, ഒരടിമയ്ക്ക് അല്ലാഹു തആല ഒരു ഭൂമിയിൽ വെച്ചാണ്, ഏതെങ്കിലും നാട്ടിലെ ഒരു സ്ഥലത്ത് വെച്ചാണ് മരണപ്പെടാൻ അല്ലാഹു തആല വിധിച്ചിട്ടുള്ളത് എങ്കിൽ ജഅല ലഹു ഇലൈഹാ ഹാജ, ആ നാട്ടിലേക്ക് അല്ലാഹു തആല ആ മനുഷ്യന് ഒരു ആവശ്യം ആ സമയത്ത് അല്ലാഹു തആല നൽകും. എന്ന് പറഞ്ഞാൽ, നാം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വെച്ച് മരിക്കാൻ നമുക്ക് കഴിയില്ല. നമ്മുടെ വീട്ടിൽ വെച്ച് മരിക്കണമെന്ന് ചിലപ്പോൾ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, നമ്മുടെ കുടുംബക്കാരോടൊപ്പം നമുക്ക് മരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം സൗദി അറേബ്യയിൽ വെച്ചായിരിക്കും. അതുവരെ പാസ്പോർട്ട് എടുക്കാത്ത ആള് എന്ത് ചെയ്യും? 75 വയസ്സായിട്ടും ഇതുവരെയും പാസ്പോർട്ട് പോലും എടുക്കാത്ത ആള് എന്ത് ചെയ്യും? ഒന്നെങ്കിലും ചെറുമക്കൾ അല്ലെങ്കിൽ മരുമക്കൾ എന്ത് ചെയ്യും? പാപ്പ, നമ്മ എന്ത് ചെയ്യാം, നമുക്ക് സൗദിയിലോട്ടൊന്ന് പോയിട്ട് വിസിറ്റിങ്ങിന് പോയിട്ട് വരാം, എന്നോട് വരൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? ആ സമയത്ത് പാസ്പോർട്ട് ഇടിയിക്കും, എല്ലാം സ്റ്റെപ്പ് സ്റ്റെപ്പായി നടക്കും. എന്ത് ചെയ്യും? അള്ളാഹു അവിടെ കൊണ്ടെത്തിക്കും, അവിടെ എന്ത് ചെയ്യും? മരണപ്പെടും. അപ്പൊ അല്ലാഹു തആല ഒരു ഭൂമിയിൽ വെച്ച്, ഇന്ന സ്ഥലത്ത് വെച്ച് അള്ളാഹു മരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ അള്ളാഹു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ജഅല ലഹു ഇലൈഹാ ഹാജ, ആ സ്ഥലത്തിലേക്ക് അള്ളാഹു തആല ആ സമയത്ത് അവനൊരു ആവശ്യം ചെയ്യും. നേരെ കാസർഗോഡാണ് മരിക്കാൻ അള്ളാഹു തആല തീരുമാനിച്ചതെങ്കിൽ എന്ത് ചെയ്യും? ഇതുവരെയും കാസർഗോഡ് കണ്ടിട്ടില്ലാത്ത ആള് ആ സമയത്ത് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ആവശ്യം അള്ളാഹു തആല അവിടെ കൊടുക്കും, നേരെ അവിടെ എത്തും. അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അല്ലാഹു തആല അത്തരത്തിൽ നമ്മെ ഖൈറിന്റെ വഴിയിൽ, ഖൈറിന്റെ സമയത്ത്, ഖൈറായ സ്ഥലങ്ങളിൽ മരണപ്പെടാൻ അല്ലാഹു തആല നമുക്കെല്ലാം സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നാം മരിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മുടെ വർത്തമാനകാല ലോകവും വർത്തമാന സമയവും ഒക്കെ ഒരുപാട് ദിവസം, ഓരോ ദിനവും. ഇന്നലെയും നമുക്കറിയാം, ആയൂര് പ്രദേശത്ത് 23 വയസ്സുകാരിയായ ഒരു സഹോദരി മരണപ്പെട്ടു. ആ സഹോദരി മുസ്ലിം സഹോദരിയാണ്. ആ സഹോദരി അന്യ സംസ്ഥാനത്തേക്ക് പഠനാവശ്യം, ഉപരിപഠനത്തിന് വേണ്ടി പോകാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരുന്ന സമയമാണ്. ആ സഹോദരിയുടെ വാപ്പ റിട്ടയർഡായ അധ്യാപകനാണ്, ആ സ്കൂളിന്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പൊ അങ്ങനെ വാപ്പയും ഉമ്മയും ഉദ്യോഗ തലങ്ങളിലുള്ള ഒരു ദമ്പതിയുടെ മകളാണ് ഇന്നലെ വൈകുന്നേരത്തെ ന്യൂസിലൂടെ 23 വയസ്സുകാരി ആയൂരിൽ മരണപ്പെട്ടത്. അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ നാം ഒരുപാട് കാലം ജീവിക്കും, ഒരുപാട് കാലം ഇവിടെ ആസ്വദിക്കും എന്നൊക്കെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നാം നടന്നു പോകുന്ന വഴിയിൽ, അല്ലെങ്കിൽ നാം കിടന്നുറങ്ങുന്ന സമയം ഒക്കെ, ഏതെങ്കിലും ഒരു സമയത്ത് അല്ലാഹു തആല നമ്മുടെ ആയുസ് അല്ലാഹു തആല തിരിച്ചു വിളിക്കും. ആരോടും യാത്ര പറയാൻ നമുക്ക് സമയമുണ്ടാകില്ല. ഇന്നലെ വരെയും നമ്മളിപ്പോൾ പറയും, ഇന്നലെയും അദ്ദേഹത്തിനെ ഞാൻ കണ്ട് സംസാരിച്ചതാണ്, ഇന്ന് രാവിലെയും അദ്ദേഹത്തോടൊപ്പം സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പ് തേവലക്ക് ഒരു ആക്സിഡന്റ് നടന്നു. രാവിലെ എന്ത് ചെയ്തു? അദ്ദേഹം തന്റെ ജോലിക്ക് വേണ്ടി പുറപ്പെട്ടതാണ്. പക്ഷേ മരണം അപകടത്തിന്റെ രൂപത്തിൽ എന്ത് ചെയ്തു? അവിടെ എത്തിച്ച് അല്ലാഹു തആല പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന, വിളിക്കാത്ത ഒരു അതിഥിയാണ് മരണം എന്ന് പറയുന്നത്. ആ മരണം ഏത് സ്ഥലത്ത് വെച്ചാണ് മരിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചതെങ്കിലും ആ സമയത്ത്, ആ സ്ഥലത്തേക്ക് അല്ലാഹു തആല ആ സമയത്ത് നമുക്കൊരു ആവശ്യം അല്ലാഹു തആല ഇട്ടുതരും. ആ സ്ഥലത്തേക്ക് എത്തും, ആ സമയത്ത് നാം മരിക്കും. അതുപോലെ അടക്കുന്നതും അങ്ങനെ തന്നെയാണ്. അവനെ അടക്കാൻ വേണ്ടി ഭൂമിയിൽ ഏത് പ്രദേശത്തു നിന്നാണോ അല്ലാഹു തആല അവനെ സൃഷ്ടിക്കാൻ വേണ്ടി മണ്ണെടുത്തിട്ടുള്ളത്, ആ സ്ഥലത്തിന് അടക്കാനും കഴിയുമെന്നാണ് വിശുദ്ധമായ ഹദീസ്. അല്ലാഹു തആല നന്മയുടെ അഹ്ലുകാരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മരണം, ഈമാനുള്ള മരണം അല്ലാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.